ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണേ. ഞങ്ങൾ 5:45 ആയപ്പോൾ ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് പല ഗെയിംസും കളിക്കാനുണ്ടായിരുന്നേ. ചേട്ടനും ജോയിലും ഡെനീഫയും ഒക്കെ ആ ഗെയിംസൊക്കെ കളിച്ചു. 3 പേരും എറിഞ്ഞു. ഒരെണ്ണം പോലും ആ സാധനങ്ങളുടെ പുറത്ത് വീണില്ല. എല്ലാം തറയിപ്പോയി. മുമ്പൊരിക്കൽ നമ്മൾ വന്നപ്പോൾ ഈ ഗെയിം ജോയിൽ കളിച്ചിരുന്നു. ഒരു ബിസ്ക്കറ്റ് അന്ന് അവന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കടയിൽ കയറി 2 കുപ്പി വെള്ളം വാങ്ങി. ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളം എല്ലാം തീർന്നു. പിന്നെ 2 കുപ്പി വെള്ളം വാങ്ങി. വെള്ളം വാങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 കുഞ്ഞു വാവകൾ അവിടെ നിൽക്കുന്നുണ്ടേ. ആ കുഞ്ഞ് 2 വാവകളുടെ വീഡിയോ ഞാൻ എടുത്തു. അപ്പോൾ കുഞ്ഞു വാവകളുടെ കാര്യം പറഞ്ഞു. കുഞ്ഞു വാവകളെ കണ്ടില്ല എന്നല്ലേ? ഇപ്പം കാണിച്ചു തരാവേ. ഇപ്പോൾ വരും. ഇതാണ് ആ 2 കുഞ്ഞ് വാവകൾ. അവർ ഈ കളിപ്പാട്ടത്തിന് വേണ്ടി കരയുമായിരുന്നു. അപ്പോഴത്തേക്ക് അവരുടെ അച്ഛനാന്ന് തോന്നുന്നു അത് അവർക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാനുള്ള സന്തോഷമാണ് ജുവലിൻ്റെ മുഖത്ത് നിങ്ങളീ കാണുന്നത്. പിന്നെ കടലിൽ ഭയങ്കര തിരയായിരുന്നേ. ഇവരൊക്കെ ഈ ഓടുന്നത് ഭയങ്കരമായ തിരമാല കണ്ടിട്ടാണ്. നല്ല തിരമാലയായിരുന്നു. വലിയ പൊക്കത്തിലായിരുന്നു തിരമാല ചിലതൊക്കെ വന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നവരൊക്കെ പറഞ്ഞത് കടൽക്ഷോഭം എന്നാണ്. കടൽക്ഷോഭമാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. കുറച്ചധികം ഫ്രണ്ടിലോട്ട് ഒരു അച്ഛനും 2 മക്കളും ഇതേ നിൽക്കുന്നവരാണ്. അവർ എത്ര വലിയ തിരമാല വന്നിട്ട് കൂടി അവിടെ നിന്ന് അനങ്ങാതെ ആ പിള്ളേരെയും പിടിച്ചുകൊണ്ട് അങ്ങേര് അവിടെ നിൽപ്പുണ്ട്. ഈ ഗാർഡ്സ് വന്ന് എത്ര വിസിലടിച്ചിട്ടും അയാൾ അവിടെ നിന്ന് പോകുന്നില്ല. വലിയ തിരമാലകൾ ഒത്തിരി വരുന്നുണ്ട്. എന്നാലും അവർ നനഞ്ഞ് കുളിച്ച് ഒരു കോലായി. പിന്നെ അവസാനത്തെ ഒരു തിരമാല വന്നു. അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇനി നിന്നാൽ ശരിയാവത്തില്ല എന്ന്. പിന്നെ അവർ 3 പേരും കൂടെ കയറി പോകുന്നതാണ് കണ്ടത്. നമ്മുടെ പിള്ളേരുടെ കാര്യം പറയുവാണെങ്കിൽ ആദ്യം ഡെനീഫയും ജുവലുമാണ് കടലിലിറങ്ങിയത്. ഇവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് 2 പേരും കേട്ടില്ല. ഒടുവിൽ ചേട്ടൻ ഇറങ്ങി അവരെ കയ്യിൽ പിടിച്ചു. ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിടാത്തതിൻ്റെ വിഷമാണ് നമ്മൾ അപ്പോൾ കണ്ട ജുവലിൻ്റെ മുഖത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി എല്ലാവരുടെയും കാലൊക്കെ നനച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു കയറി ഒരിടത്തിരുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കുവാണ്. ഞാൻ ജോയലിനോട് പറഞ്ഞു, മോനെ നീ ഷൂസ് ഇടരുതെന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല, മനഃപൂർവ്വം ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. മിക്കവാറും ഇതിൻ്റെ ബാക്കിയായിരിക്കും ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.